രജനി ചേച്ചി. അച്ഛനെയോ? വാ മോളെ, കേറി വാ. ഇവിടെ ഉണ്ടായിരുന്നോ? എന്ന് വന്നു? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് എക്സാം കഴിഞ്ഞിട്ട് അവധിയായിരുന്നു. ബിഫാം അല്ലേ പഠിക്കുന്നത്? അതെ, ഞാൻ ബിഫാം പഠിക്കുന്നത്. എത്ര വർഷമായി? ആദ്യത്തെ വർഷമായി. ചേച്ചി ഇത് ഏതാ മാഗസിൻ? എങ്ങനെയുണ്ട്? പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇത് ഗുരുസാഗരം മാസിക, നമുക്കറിയില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയാണ്. അതായത് ഒരു കുടുംബത്തിലേക്ക് അത്യാവശ്യം വേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞാല് ഈ മാസികയാണ്. കാരണം ഒരു കുടുംബജീവിതത്തില് മനുഷ്യർക്ക് വിജയം ഉണ്ടാവാനും വ്യക്തിത്വ വികാസം ഉണ്ടാകാനും ഒക്കെ ആയിട്ട് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു മാസികയാണിത്. അതെ, ഇത് എവിടുന്നാ വരുന്നേ? ഇത് തിരുവനന്തപുരത്തു നിന്നാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ആചാര്യൻ സജീവ് കൃഷ്ണൻ സാറിനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അദ്ദേഹമാണ് ഇതിന്റെ ചീഫ് എഡിറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്, ഒരു സാധകനാണ്. ഈ കേരളത്തിൽ ഇന്നിപ്പോ ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഗുരുധർമ്മ പ്രചാരകനും പ്രഭാഷകനുമാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇതിന്റെ ചീഫ് എഡിറ്ററും ആചാര്യനും. ശ്രീനാരായണ ഗുരു വിദ്യാപീഠമുണ്ട്, അതിന്റെ ആചാര്യനും അദ്ദേഹമാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാ പങ്ക്തി ഉള്ളത്? ഇതിന് ഒരുപാട് പങ്ക്തികളുണ്ട് മോളെ. കാരണം ഇത് കണ്ടോ, ഇത് എഡിറ്റോറിയലാണ്. ഈ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് നമുക്കിപ്പോ സമകാലിക ജീവിതത്തെ, സമകാലിക സംഭവങ്ങളെ, നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെയൊക്കെ ഗുരുദർശനത്തിന്റെ വെളിച്ചത്തിൽ മനനം ചെയ്ത് ചർച്ച ചെയ്യുക ഇവിടെ. അപ്പൊ നമുക്കിത് വായിക്കുമ്പോഴാണ് നമുക്കും ഒരു അറിവ് കിട്ടുന്നത്. അതായത് ഇപ്പൊ എന്തൊക്കെ ഇവിടെ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ട കാലമാണ്. കാരണം എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ മദ്യവും മയക്കുമരുന്നും സർവ്വ അരാജകത്വങ്ങളും നടക്കുന്ന ഒരു കാലമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ജാഗ്രതയോടെ ഇരിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു ബോധം തരുന്ന ഒരു പങ്ക്തിയാണിത്. പിന്നെ ഇത് കണ്ടോ, സച്ചിന്ത എന്ന് പറഞ്ഞിട്ട് ഒരു പങ്ക്തിയുണ്ട്. ഇതിനകത്ത് വരുന്നത് ആചാര്യനോടുള്ള ചോദ്യവും അതിന് ആചാര്യൻ കൊടുക്കുന്ന ഉത്തരവുമാണ് വരുന്നത്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സംശയങ്ങൾ, ഇപ്പൊ നമ്മൾ ഓരോരുത്തരും വായിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അതിന്റെ മറുപടി കൃത്യമായിട്ട് ഇതിനകത്ത് വന്നല്ലോ എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. കാരണം നമുക്ക് പിന്നെ അതുപോലെ നല്ല ചിന്തകള്, ആത്മീയമായ ചിന്തകളൊക്കെ, നമ്മുടെ ചിന്തകൾ തന്നെ മാറിപ്പോകുന്നത്. കാരണം ഈ മാസികയൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്റെയൊക്കെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയത്. പിന്നെ കവർ സ്റ്റോറി ഉണ്ട്. കവർ സ്റ്റോറിയിൽ വരുന്നത് വിവിധ ദർശനങ്ങളുണ്ടല്ലോ. ഇപ്പം നമുക്ക് ഈ ലോകത്ത് പല ദർശനങ്ങളുണ്ട്. ക്രിസ്തു ദർശനമുണ്ട്, ബുദ്ധ ദർശനമുണ്ട്, ജൈന ദർശനമുണ്ട്. അതുപോലെ മഹത്തായിട്ടുള്ള ആചാര്യന്മാരുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുകയും നല്ല ചരിത്ര അവബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ശരിയാവുന്നൊരു പങ്ക്തിയാണത്. പിന്നെ അത് കൂടാതെ ഗുരുകൃതികൾ പഠിപ്പിക്കുന്നുണ്ട്. ഗുരുകൃതി സൗഭാഗ്യം എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഗുരുകൃതികളൊക്കെ അറിയാവോ? അറിയാം, കുറച്ചൊക്കെ അറിയാം. പഠിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് പഠിക്കാം. ഇവിടെയാണ് ഗുരുദർശനം. ഇപ്പൊ നിലവില് ബ്രഹ്മവിദ്യാ പഞ്ചകമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മഹാഭാരതീയം എന്ന് പറഞ്ഞിട്ട് ഒരു പങ്ക്തിയുണ്ട്. മഹാഭാരതം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആരെ എഴുതിയെന്നറിയോ? വ്യാസനല്ലേ? അത് കഥകളിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. മഹാഭാരതത്തിൽ ഇല്ലാത്ത ഒന്നും ഇല്ലെന്നാ പറയുന്നത്. കാരണം അതെല്ലാം തത്വങ്ങളും അതിനകത്തുണ്ട്. പക്ഷെ തത്വങ്ങളെല്ലാം കഥകളിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഹാഭാരതം എന്ന് പറഞ്ഞിട്ട് ഒരു പങ്ക്തി ഇപ്പോൾ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള മാതൃസേവാ സമിതി എന്ന് പറയുന്ന ഒരു പങ്ക്തി. അതായത് അമ്മമാർക്ക് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പങ്ക്തിയാണ്. അതായത് സ്ത്രീകൾക്കാണ് ശരിയായിട്ടുള്ള ഗുരുവിൽ അധിഷ്ഠിതമായ ഭക്തിയും ആചരണവും ഒക്കെ വേണ്ടത് സ്ത്രീകൾക്കാണല്ലോ. വീട്ടിലെ സ്ത്രീകൾക്ക് ഇതൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ ആ കുടുംബം തന്നെ രക്ഷപ്പെടും. കാരണം അവരാണല്ലോ അതിന്റെ ആണിക്കൽ എന്ന് പറയുന്നത്. അവരതൊക്കെ ആചരിക്കുന്ന ഒരാളാണെങ്കിൽ സമൂഹത്തിന് തന്നെ ഉന്നതി ഉണ്ടാകാൻ, സ്ത്രീകൾക്ക് ഉയർച്ച ഉണ്ടാവുക, ധർമ്മചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. അതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ പങ്ക്തി. പിന്നെ ഇതുകൊണ്ട് ജീവചരിത്രം വരുന്നുണ്ട്. ജീവചരിത്രം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മഹാകവി കുമാരനാശാന്റെ ജീവചരിത്രമാണ്. ഇതിനു മുമ്പ് ആദ്യം വന്നത് വഴുതൂർക്കാണിൽ കുഞ്ഞിക്കണ്ണന്റെ ജീവചരിത്രമായിരുന്നു. അതെന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഭഗവാനെ മലബാറിലേക്ക് കൊണ്ടുപോയ ഗൃഹസ്ഥ ശിഷ്യനായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വാമി ശരണം അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട് സഹോദരൻ അയ്യപ്പന്റെ ജീവചരിത്രം വന്നു. ഇപ്പൊ കുമാരനാശാന്റെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു വലിയ ജീവചരിത്രം വരാൻ പോകുന്നുണ്ട്. അത് ഭഗവാന്റെ പൂർണ്ണ സ്വരൂപം വെളിപ്പെടുത്തുന്ന ജീവചരിത്രമാണ്. ശ്രീമദ് നാരായണ ഗുരു പുരാണം നമോ ഭഗവതേ എന്നാണ് അതിന്റെ പേര്. എന്ന് വെച്ചാല് ഇപ്പം ഭഗവാനെ കുറിച്ച് ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു സംശയം ഇതുവരെ ആർക്കും മാറിയിട്ടില്ല. ഗുരു ദൈവമാണോ അതോ ഇനി സാമൂഹ്യ പരിഷ്കർത്താവാണോ നവോത്ഥാന നായകനാണോ? ഗുരു ആരാണെന്ന് ഇപ്പോഴും മനുഷ്യർ സംശയിച്ചും ഒക്കെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രചരണമൊക്കെ ആണെങ്കിലും നടക്കുന്നത് അങ്ങനെയാണ്. മൊത്തം കുറച്ചു പേർക്ക് കുറച്ച് അറിഞ്ഞതും പകുതി അറിഞ്ഞത് അറിവുള്ളവർ കുറച്ച് പറയുന്നു, അറിയാൻ ശ്രമിക്കുന്നവർ കുറച്ച് പറയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും കൃത്യമായ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപമൊന്നും ഇപ്പോഴും ആർക്കും ഇല്ല. അങ്ങനെയുള്ള എല്ലാ സംശയങ്ങളെയും മാറ്റാൻ പാകത്തിനുള്ള ഒരു പൂർണ്ണമായിട്ടും ഭഗവാന്റെ സ്വരൂപം വെളിപ്പെടുത്തുന്ന ഒരു ജീവചരിത്രമായിരിക്കും ഈ വരാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങളൊക്കെ. അതുകൂടാതെ ഇവിടെ
കൃഷിയുണ്ട്. കൃഷിയാണ് ജീവരാശിയുടെ നട്ടെല്ലെന്നാണല്ലോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൃഷിയെക്കുറിച്ച്, അതായത് ഓരോ സമയത്തും ഇപ്പൊ നമുക്ക് ഇപ്പം വിഷം കലർന്ന പച്ചക്കറികളാണല്ലോ, വിഷം വിട്ട് അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന പച്ചക്കറികളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. നമുക്ക് കഷ്ടപ്പെടാനും മനസ്സില്ല, നമുക്ക് സ്ഥലവും ഇല്ല, സമയവും ഇല്ല. അപ്പൊ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറികളൊക്കെ നമ്മുടെ പരിസരത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ഓരോ സമയത്തും നടേണ്ട പച്ചക്കറികളെ കുറിച്ച്, അതുപോലെ അത് പാലിക്കേണ്ട രീതികളെ കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഗുരു വൈദ്യം എന്ന് പറഞ്ഞിട്ട് ഒരു പങ്ക്തിയുണ്ട്. ഇത് കണ്ടോ, ഇത് ഡോക്ടർ എ വി സുരേഷ് ആണ്. ഇദ്ദേഹം ആയുർവേദ ഡോക്ടറാണ്. പിന്നെ കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹമാണ് ഇത് എഴുതുന്നത്. അതായത് ശരിയായിട്ടുള്ള ആരോഗ്യം എങ്ങനെ നിലനിർത്താം, എന്തൊക്കെയാണ് പിന്നെ അതായത് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. അപ്പൊ ശരിയായിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ച്, ശരിയായ ചികിത്സകളെക്കുറിച്ച്, പിന്നെ വരാവുന്ന രോഗങ്ങളെക്കുറിച്ച്, സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച്, അതിനൊക്കെ എങ്ങനെ നിയന്ത്രിക്കണം, അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പങ്ക്തിയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കഥയുണ്ടാവും. ഇത് കണ്ടോ, ഒരു കുട്ടി കഥയുണ്ടാവും, ഭഗവാന്റെ കഥയാണ്. അതുകൂടാതെ ഗുരുകൃതികൾ പഠിപ്പിക്കുന്നുണ്ട് കുഞ്ഞുകുട്ടികളെ. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന അനുകമ്പാദേശകമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കണ്ടോ, ഒരു ചോദ്യോത്തര പങ്ക്തി ഉണ്ട് ഇവിടെ. അപ്പൊ അതില് ഒരു 4 ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം അയച്ചു കൊടുക്കണം. വോയിസ് ആയിട്ട് ആചാര്യന് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതി. ശരിക്കും ഉത്തരം ശരിയായി പറയുന്ന 4 പേരുടെ പേര് ഇവിടെ പ്രസിദ്ധീകരിക്കും. ഇത് കണ്ടോ, 4 പേരുടെ പേര്. ആ 4 പേരുടെ പേര് ഇവിടെ പ്രസിദ്ധീകരിക്കും. 4 പേരുടെ അല്ല, എത്ര പേര് അയക്കുന്നുണ്ടോ അത്രയും പേരുടെ. അതായത് 15 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉള്ളത്. അതുപോലെ സുജീവനം എന്ന് പറഞ്ഞിട്ട് ഒരു പങ്ക്തിയുണ്ട്. സുജീവനം എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം. ഏതാണ് ശരിയായ ഭക്ഷണം, സാത്വികമായ ഭക്ഷണം, ആ ഭക്ഷണത്തെക്കുറിച്ചും അതൊക്കെ പാകം ചെയ്യുന്ന രീതികളെക്കുറിച്ച് ഒക്കെയുള്ള ഒരു പങ്ക്തിയാണ് സുജീവനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കംപ്ലീറ്റ്. അത് കൂടാതെ തന്നെ ഇത് കണ്ടോ, ഒരു ആത്മോപദേശ ശതകത്തിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ഉണ്ട് ഇവിടെ. അത് പീറ്റൻ ഓപ്പൺഹൈമർ എന്ന് പറയുന്ന ഒരു വിദേശിയായിട്ടുള്ള ഗുരുവിന്റെ ഭക്തനുണ്ട്. അദ്ദേഹമാണ് അത് എഴുതുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മാഗസിൻ, ഒരു കുടുംബത്തിൽ അത്യാവശ്യം വേണ്ട, ഒരു മനുഷ്യന് ഉയർച്ചയുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന, ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് തീർച്ചയായും വേണ്ടുന്ന ഒരു കാര്യമാണ് ഈ മാഗസിൻ എന്ന് പറയുന്നത്. നമുക്ക് തോന്നുന്നുണ്ടോ ഒരെണ്ണം എടുക്കണമെന്ന്? എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഇത്രയും പറയുന്ന കേട്ടിട്ട് വായിക്കണമെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് അമ്മയോട് പറഞ്ഞാൽ മതി. 600 രൂപയേ ഉള്ളൂ ഇതിന്. അത് വാർഷിക വരിസംഖ്യയാണ്. ഒരു വർഷത്തേക്ക് മാസിക നമുക്ക് തപാലിൽ കിട്ടും. പിന്നെ ഇതിന്റെ ഈ പ്രിന്റഡ് ആയിട്ടുള്ള എഡിഷൻ മാത്രമല്ല, നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള വേർഷനും കൂടി ഉണ്ട്. അത് നമുക്ക് ഓൺലൈനിൽ വായിക്കാൻ പറ്റും. അതിന് 400 രൂപ അടച്ചാൽ മതി. പിന്നെ നമുക്ക് പഠിക്കാനൊക്കെ താല്പര്യമുണ്ടോ കൃതികളൊക്കെ? എനിക്ക് താല്പര്യമുണ്ട്. ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഗുരുസാഗരത്തില് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഗുരുകുലം ഉണ്ട് നമുക്ക്. ടീൻ ഫ്രണ്ട്സ് ഗുരുകുലമാണ് ടീനേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അവിടെ നമുക്കൊരു അഡ്മിഷൻ ശരിയാക്കാം. പിന്നെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗുരുകുലവും ഉണ്ട്. മോളുടെ ഫ്രണ്ട്സിനോടോ താല്പര്യമുള്ള ആരോടും ബന്ധുക്കളോടോ പരിചയക്കാരോടോ ഒക്കെ മാഗസിൻ പരിചയപ്പെടുത്തണം. ഈ മാഗസിനൊക്കെ ശരിയായിട്ട് ഇതൊക്കെ പഠിക്കണം, അതൊക്കെ ആചരിക്കണം നമ്മുടെ ജീവിതത്തിൽ. നിങ്ങളെ പോലെയുള്ള വരുന്ന കുട്ടികളാണ് ഇതൊക്കെ ആചരിച്ച് ഇനി മുന്നോട്ട് നന്നായിക്കേണ്ടത് നിങ്ങളല്ലേ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ശരിയായി അറിഞ്ഞിരിക്കണം. ഗുരുദർശനം എന്താണ്? ഇപ്പൊ നമുക്ക് ശരിയായിട്ടും എല്ലാ കാര്യത്തിനും ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്രോതസ് ഗുരുവാണ്. ഇനി വരുന്ന കാലത്ത് പ്രത്യേകിച്ച്. ഇപ്പൊ ഇനി ഭഗവാന്റെ പ്രഭാവം വരാൻ പോകുന്നു. 100 വർഷമാകുമ്പം നമ്മുടെ പ്രഭാവം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ഇനി 1-2 വർഷം കൂടിയേ ഉള്ളൂ. അപ്പൊ ആ സമയത്തേക്കാണ് ഭഗവാന്റെ പ്രഭാവം കൂടുതലായിട്ട് വരുന്നത്. ശരിക്കും ആശ്രയിക്കാൻ പറ്റിയ ഏറ്റവും എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു സ്രോതസ്സാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇത് ആചരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മാതൃകയാക്കണം മറ്റുള്ളവർ. അതിന് നിങ്ങൾ ഒരുപാട് സഹായിക്കും ഈ മാസിക എന്ന് പറയുന്നത്. അപ്പൊ മോൾ ഇഷ്ടപ്പെടല്ലോ. അപ്പൊ മോൾ വീട്ടിൽ പോയി പറയുക, ഒരു മാഗസിൻ എടുക്കുക. ഓക്കെ.